രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിലാണ്. മണ്ഡപം റെയിൽവേ സ്റ്റേഷനും സമീപ പ്രദേശങ്ങളുമാണ് ഈ കാണുന്നത്. ആ ട്രെയിൻ കടന്നു പോകുന്ന ആ പാമ്പൻ പാലത്തിൽ ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് കാരണം മണ്ഡപം സ്റ്റേഷൻ വരെയുള്ളൂ ട്രെയിന്. ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി കണ്ടോ, തെങ്ങിൻ്റെയൊക്കെ ഓല തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. നമ്മളിപ്പോൾ പാമ്പൻ പാലം എത്താറായി. പാമ്പൻ പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് പിന്നെയും രാമേശ്വരത്തേക്ക്. പാമ്പൻ പാലം എത്തുന്നതിന് തൊട്ട് മുൻപായി ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. വളരെ രസകരമാണ് ഇതുവഴിയൂടെയുള്ള യാത്ര. നടുവിലായി പാമ്പൻ പാലം, ഇരുവശങ്ങളിലായി കടൽ. അതീവ രസകരമാണ് ഈ യാത്ര. നമ്മളിപ്പോൾ പാമ്പൻ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഈ റെയിൽവേ ട്രാക്കിൽ കുറേ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം ട്രെയിനൊക്കെ മണ്ഡപം സ്റ്റേഷനിലാണ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. രാമേശ്വരം വരെ ഇപ്പോൾ ഓടുന്നില്ല. ആയിരത്തി 1914 പാമ്പൻ പാലം തുറന്നത്. അതിനുശേഷം 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജായിരുന്നു പാമ്പൻ പാലം. അതിനുശേഷം ബോംബെ വെർലി ഒരു സീ ബ്രിഡ്ജ് വന്നതോടുകൂടി പാമ്പൻ പാലത്തിൻ്റെ സ്ഥാനം 2ാമതായി. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ബ്രിഡ്ജാണ് പാമ്പൻ പാലം. 1964 ചുഴലിക്കാറ്റിൽ ഇത് തകർന്നു. അതിനുശേഷം വീണ്ടും മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് ഇത് വീണ്ടും പുനരുദ്ധരിച്ചതാണ്. ഇതിനോട് ചേർന്ന് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് ബ്രിഡ്ജ് 1988 പണിതതാണ്. ആ റെയിൽ ബ്രിഡ്ജ് തകർന്നതിന് ശേഷമാണ് ഇത് പണിതത്. കിടക്കുക ഫിഷിംഗ് ബോട്ടുകളാണ്. ഇപ്പം അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. മറ്റേ ആ കണക്ഷൻ, ആ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. കാരണം മണ്ഡപത്താണ് ടെർമിനേഷൻ സ്റ്റേഷൻ. അപ്പോൾ രാമേശ്വരം വരെ ട്രെയിൻ ഇല്ല, പണി നടക്കുന്നേ ഉള്ളൂ. പാമ്പൻ പഞ്ചായത്ത് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പാമ്പൻ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ ബ്രിഡ്ജാണ് പാമ്പൻ പാലം. പാമ്പൻ എന്നാണ് സ്ഥലത്തിന്റെ പേര്. പാമ്പൻ പാലം. നമ്മളിപ്പോൾ ഏകദേശം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങ് ദൂരെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കാണുകയാണ്. ശിവ
ശിവൻ രാമേശ്വരത്ത് കുടികൊള്ളുന്ന രാമേശ്വരം ടെമ്പിളിൻ്റെ രാജഗോപുരമാണ് നമ്മൾ ഈ കാണുന്നത്.